ഹലോ, വെൽക്കം ടു CC Plus. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് CBSEയിൽ വരുന്ന ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പം എപ്പോഴും നമുക്കറിയാവുന്ന അല്ലേ, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒബ്ജക്ട്സിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. രാത്രി കാലങ്ങളിൽ നമ്മൾ റോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കും കാറും സ്കൂട്ടറും എല്ലാം ലൈറ്റ് ഇട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പം ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, റെയിലിൻ്റെ എഞ്ചിനിൽ നിന്നുള്ളൊരു ലൈറ്റിൻ്റെ ഫിഗറാണുള്ളത്. അതേപോലെ എന്താണ്, ഒരു ലൈറ്റ് ഹൗസിൽ നിന്നും ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു പിക്ചറാണുള്ളത്. അപ്പോൾ ഒബ്ജക്ട്സിനെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ലൈറ്റ് വേണം അല്ലേ? ഇനി ഈ ലൈറ്റ് ഈ രണ്ട് ഫിഗറിൽ തന്നെ നോക്കിക്കേ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഇതിലിതെങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് പോലെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ട്രാവൽ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ലൈറ്റിന് ഏത് വഴി കൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതിന് ശേഷം ഒരു പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പിലൂടെ എന്ത് ചെയ്യുക, ആ മെഴുകുതിരിയെ ഒന്ന് നോക്കുക. അതിനുശേഷം ഒരല്പം ബെൻഡായ ഒരു പൈപ്പ് എടുത്ത് അതിലൂടെയും മെഴുകുതിരിയെ ഒന്ന് നോക്കുക. ഈ ബെൻഡായ പൈപ്പിലൂടെ നോക്കിയാലും സ്ട്രെയിറ്റ് ആയ പൈപ്പിലൂടെ നോക്കിയാലും നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ലൈറ്റ് കാണാൻ പറ്റും അല്ലേ? കാരണം ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, നല്ല സ്പീഡുള്ള ഒരാളാണ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലൈറ്റിന് എല്ലായിടത്തിലും ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി ചില ഒബ്ജക്ട്സിൽ തട്ടി ലൈറ്റ് എന്ത് ചെയ്യാണ്, റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ലൈറ്റ് ട്രാവൽ ചെയ്ത് ചെന്ന് തട്ടുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഷൈനി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവര് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ചിലപ്പോൾ ചെന്ന് തട്ടുന്നത് എന്താണ്, വളരെ കട്ടിയുള്ള മരത്തിലോ സ്റ്റോണിലോ ഒക്കെയൊക്കെ ആണെങ്കിൽ എന്താണ്, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുമൊന്നുമില്ല. പക്ഷേ എന്താണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിൽക്കി ആയിട്ടുള്ള ഒരു സർഫസിലാണെങ്കിൽ എന്ത് പറ്റും, ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിഫ്ലാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ പറയുന്നത്. നോക്കിക്കേ, ദ ചേഞ്ച് ഓഫ് ഡിറക്ഷൻ ബൈ എ മിറർ ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് മിറർ എന്ന് പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത് മിറർ എന്നുള്ളതാണ്. മിറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മിറർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഷൈനി ആയിട്ടുള്ള ഒരു സർഫസ് ആണ് മിറർ എന്നുള്ളത് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ലൈറ്റിനെ അവര് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്? ദ ചേഞ്ച് ഓഫ് ഡിറക്ഷൻ ബൈ മിറർ അല്ലെ? അതായത് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടി, ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ആ ലൈറ്റ് തിരിച്ചു വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇറ്റ്സ് സിംപ്ലി കോൾഡ് ആസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി വൺ വേ ടു ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ലൈറ്റ് ടു ലെറ്റ് ഇറ്റ് ഫാൾ ഓൺ ഷൈനി സർഫസ്. അതായത് എന്താണ്, ഈ പറഞ്ഞതുപോലെ ഷൈനി സർഫസിൽ തട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ലൈറ്റിന്റെ ഡിറക്ഷനിൽ ചേഞ്ച് വരും. ഇനി example, a shining stainless steel plate or shining steel spoon can change the direction of light. The surface of water can also act as a mirror and change the path of light. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈറ്റിന്റെ പാത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ വീട്ടിലൊരു കണ്ണാടി എടുത്ത് ഇങ്ങനെ വെയിലത്ത് പിടിക്കുകയാണെങ്കിൽ എന്താണ്, ആ റിഫ്ലക്ഷൻ ഫീൽ ചെയ്യും. അതേപോലെ ഒരു സ്റ്റീൽ പാത്രമോ സ്റ്റീൽ സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിലെല്ലാം ഈ ലൈറ്റ് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വീട്ടിലെ എക്സ്പെരിമെന്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കണ്ണാടിയോ അല്ലെങ്കിൽ ഒരു പാത്രമോ സ്റ്റീൽ പാത്രമോ ഒക്കെ എടുത്തുനിന്ന് വെയിലത്ത് പിടിച്ചിട്ട് അതിന്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കണം. അതേപോലെ തന്നെ വാട്ടറിലും എന്താണ്, ഈ പറയുന്നത് പോലെ ലൈറ്റ് വന്ന് തട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ലൈറ്റിന്റെ പാത്തിനെ ഡീവിയേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിൽ വന്ന് തട്ടിക്കഴിയുമ്പോൾ ലൈറ്റിന്റെ പാത്ത് എന്ത് ചെയ്യാണ്, ഡീവിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമുക്കൊരു സ്റ്റോറി നോക്കിയാലോ. ഇതൊരു പഞ്ചതന്ത്രം സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്താണെന്നറിയാമോ? അതായത് ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം എന്ന് പറയുന്നത് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ വലിയ കിങ് ആണ്, ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തിമാൻ, അതുകൊണ്ട് തന്നെ എനിക്കിനി ആരെയും വന്ന് അങ്ങോട്ട് വന്ന് വേട്ടയാടി പിടിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളായിട്ട് എൻ്റെ അടുത്തേക്ക് എൻ്റെ ഭക്ഷണമായിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ
കാട്ടിലെ രാജാവല്ലേ പറഞ്ഞത്, പോവാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഓരോ മൃഗങ്ങളും എന്താണ് ഓരോ ദിവസം ഈ രാജാവിൻ്റെ അടുത്തേക്ക് ഭക്ഷണമായിട്ട് അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്ന് രാജാവിൻ്റെ ഭക്ഷണമായിട്ട് പോകേണ്ടത് എന്തായിരുന്നു? ഈ മുയലായിരുന്നു പോകേണ്ടത്. ഈ മുയൽ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു നിങ്ങളെപ്പോലെ. അപ്പൊ ഈ മുയൽ എന്ത് ചെയ്തു? മുയല് അവിടെ ചെന്ന് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞു, രാജാവ് അറിഞ്ഞോ, കാട്ടില് വേറെ ശക്തനായിട്ടുള്ള ഒരു രാജാവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സിംഹം അതിശയിച്ചു പോയി. ഇത് എവിടെയാണ് ഈ പുതിയ രാജാവ് വന്നേക്കണേന്ന്. സിംഹം എന്ത് ചെയ്തു? എവിടെയാ അവൻ, ഞാൻ ഇവനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സിംഹം പുറപ്പെട്ടു. അപ്പൊ ചെന്നിട്ട് എന്ത് ചെയ്തു? ഒരു കിണറിൽ ചെന്നിട്ട് കാണിച്ചു കൊടുത്തു. കണ്ടോ, ഈ കിണറിനകത്താണ് ആ രാജാവ് ഉള്ളതെന്ന് പറഞ്ഞു. സിംഹം ആ കിണറിന്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്തു? ഭയങ്കര ശക്തമായിട്ടൊന്ന് അലറി. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ അതേ ആ കിണറ്റിനകത്തുള്ള സിംഹവും അതേപോലെ തന്നെ അലറുകയാണ്. അപ്പൊ സിംഹം എന്ത് ചെയ്തു? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ കിണറിനകത്തേക്ക് എടുത്തു ചാടി. ആക്ച്വലി എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ സിംഹത്തിന്റെ തന്നെ ഇമേജാണ് ആ കിണറ്റിലെ വെള്ളത്തിൽ കണ്ടതെന്നുള്ള കാര്യം ഈ സിംഹത്തിന് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ആര് രക്ഷപ്പെട്ടു? ഈ മുയല് രക്ഷപ്പെട്ടു. അതാണ് ആ സ്റ്റോറി. അപ്പോൾ വാട്ടറിനും എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്? ഇമേജസിനെ റിഫ്ലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് എന്തുകൊണ്ട് പറയുന്നത്? ഈ സ്റ്റോറി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ CC+ൽ ഇൻഡിവിജ്വൽ ട്യൂഷനുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഫിസിക്സോ മാത്സോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ടഫർ ആയിട്ടുള്ളൂ എങ്കിൽ ആ സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ടീച്ചർക്ക് ഒരു കുട്ടി മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ടീച്ചറുടെ അടുത്തുനിന്ന് കെയർ ഒക്കെ കിട്ടും. നിങ്ങൾക്ക് നന്നായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറിനോട് ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു സംശയമൊക്കെ ചോദിക്കാനായിട്ട് പറയുമ്പോൾ അയ്യോ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാതെയൊക്കെ ഇരിക്കും. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്. 9496949929 എന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ നോക്കിക്കേ, ഈ ഒരു ഫിഗർ ഇതെന്താണ്? ഇത് ഒരു എക്സ്പെരിമെന്റ് ആണ് ലൈറ്റുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട്. ഇത് നോക്കിക്കേ, ഒരു ടോർച്ചാണ് അല്ലേ? ഇതൊരു ടോർച്ചാണ്. ആ ടോർച്ചിന്റെ ബാക്കിയുള്ള ഭാഗം എല്ലാം കട്ടിയുള്ള ഒരു തുണി കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പോർഷൻ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ? ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം എന്താണ്? ഒരു കാർഡ്ബോർഡ് പീസിൽ ഒരു മിറർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ മിററിലേക്ക് ഈ ടോർച്ച് തെളിച്ച് ടോർച്ചിന്റെ ലൈറ്റാണ് ഈ പോകുന്നത്. കണ്ടോ, ഈ പോകുന്നത് എന്താണ്? ആ ടോർച്ചിന്റെ ലൈറ്റാണ്. ആ ലൈറ്റ് എന്ന് പറയുന്നത് ഈ മിററിൽ ചെന്ന് തട്ടിയതിന് ശേഷം എന്ത് ചെയ്യാണ്? റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഈ താഴെയുള്ള ഒരു സർഫസ് എന്ന് പറയുന്നത്, അതായത് ഈ ടോർച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് വളരെ ഷൈനി ആയിട്ടുള്ള ഒരു സർഫസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഈ ലൈറ്റ് തട്ടിയിട്ട് ഇവിടെ നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടും നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ ലൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ എക്സ്പെരിമെന്റ്? അപ്പോൾ ഈ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് എങ്ങോട്ടേക്ക് ചെല്ലുന്നു? ഈ മിററിൽ തട്ടുന്നു. മിററിൽ തട്ടിയതിന് ശേഷം മിറർ ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതാണ് ഈ എക്സ്പെരിമെന്റ്. ഇനി this activity is shown. Now the light get reflected from a plain mirror. കണ്ടോ, ഒരു പ്ലെയിൻ മിററിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. Let us play around with images formed in mirrors. ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് നോക്കിക്കേ. കണ്ടോ, ഒരു മിററാണ്. ആ മിററിന്റെ ഫ്രണ്ടിലായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഈ മിററിന്റെ ഫ്രണ്ടിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. ഈ സെയിം ഇമേജ് തന്നെയാണ് ഇവിടെ കാണുന്നത്, ഈ മിററിൽ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ? ഇനി ഈ മിററിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു വുഡൻ പോർഷനോ അല്ലെങ്കിൽ അത്ര ഷൈനി അല്ലാത്തൊരു സർഫസോ ആണെങ്കിൽ പുറകിൽ കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒബ്ജക്റ്റ് ഫോം ചെയ്യില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഈ ഷൈനി ആയിട്ടുള്ള മിററിന്റെ ഫ്രണ്ടിൽ ഈ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാനായിട്ട് സാധിക്കും. Did the flame appear on the top of the candle as in the object? Such an image is called as erect. അല്ലേ? അതായത് ഒരു നോർമൽ മിററിൽ മെഴുകുതിരി എങ്ങനെയാണ്? നേരെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇമേജ് എന്ന് പറയുന്നത് നേരെ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇമേജ് നേരെ തന്നെ ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ഇറക്റ്റ് ആണെന്ന് പറയുന്നത്. An image formed by a plain mirror is erect and of the same size as the object. കണ്ടോ, അപ്പോ ഈ മെഴുകുതിരി
ഈ മെഴുകുതിരിയും സെയിം സൈസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നതും. അതേപോലെ എന്താണ്, ഇറക്റ്റ് ആണ്, നേരെ തന്നെയാണ് ഇരിക്കുന്നതും. അപ്പോൾ പ്ലെയിൻ മിറേഴ്സിൽ ഫോം ചെയ്യുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പ്ലെയിൻ മിറേഴ്സിൽ കാണപ്പെടുന്നത് എങ്ങനെയായിരിക്കും? പ്ലെയിൻ മിറേഴ്സിൽ ഫോം ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിരിക്കും, അതേപോലെ സെയിം ഇൻ സൈസുമായിരിക്കും. അതാണ് പ്ലെയിൻ മിറേഴ്സിൽ ഫോം ചെയ്യുന്ന ഒബ്ജക്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, ഇതൊരു ആംബുലൻസിന്റെ ഫിഗർ ആണ് അല്ലേ? പക്ഷെ ഈ ആംബുലൻസിൽ ലേബലിംഗ് നോക്കിക്കേ. ആംബുലൻസ് നമ്മൾ സാധാരണ ആംബുലൻസ് എന്ന് എഴുതുന്നത് പോലെയല്ല, നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ തിരിച്ചെഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മൾ മിറേഴ്സിൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ എന്ത് വായിക്കാൻ പറ്റും? മിററിൽ കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. ഇപ്പൊ ഫ്രണ്ടിൽ പോകുന്ന വെഹിക്കിള് അവരുടെ മിററിലൂടെ നോക്കുമ്പോൾ ബാക്കിൽ വരുന്നത് ആംബുലൻസ് ആണെന്ന് അവർക്ക് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വണ്ടിയുടെ മിറർ എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ വണ്ടിയിലെ മിററിൽ ഒന്ന് പോയി ശ്രദ്ധിക്കണം. ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന, വണ്ടികളിൽ യൂസ് ചെയ്യുന്ന മിറേഴ്സിന് എന്താണ്, ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, അങ്ങനെയുള്ള മിററുകളെ കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ ഇനി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ആ ക്ലാസ് വാച്ച് ചെയ്യാം.